നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു പ്രൂവ് ദാറ്റ് 2 + √3 ഈസ് ഇറാഷണൽ നമ്പർ ഗിവൺ √3 ഈസ് ഇറാഷണൽ ആണെങ്കിൽ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലെറ്റസ് അസ്യൂം ദാറ്റ് എന്താണ്? അസ്യൂം ദാറ്റ് നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്ന ആ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ ആണെങ്കിൽ അത് റാഷണൽ നമ്പർ ആണെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ നമ്പർ? ലെറ്റസ് അസ്യൂം ദാറ്റ് 2 + √3 ഈസ് റാഷണൽ. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. 2 + √3 ഈസ് റാഷണൽ എന്ന് എഴുതണം. 2 + √3 റാഷണൽ ആണ്. എങ്ങനെ എഴുതാം മക്കളെ? 2 + √3 ഈസ് ഈക്വൽ ടു p/q എന്ന് എഴുതാൻ പാടില്ലേ? വെയർ p ആൻഡ് q ആർ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതൊരു വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ 2 + √3 ഈക്വൽ ടു p/q ആണെങ്കിൽ ഇവിടെ ഏതാണോ റാഷണൽ നമ്പർ വരുന്നത് അതിൻ്റെ കൂടെ ഏത് നമ്പർ വന്നാലും അതിനെ അവിടെ നിർത്തുക. അപ്പോൾ ഫസ്റ്റ് വൺ √3 അവിടെ നിർത്തി, ഈ 2നെ നേരെ ഇപ്പുറത്തേക്ക് മാറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു p/q - 2 ആയി. ഇനി ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഈക്വൽ ടു p - 2q/2 വരും. √3 ഏത് റാഷണൽ നമ്പർ ആണോ ആ റാഷണൽ നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് നിർത്തുക. ദെൻ ഈ നമ്പറിനകത്ത് ഈ 2നെ നേരെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും നോക്കിയാൽ? നേരെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ p/q - 2 വരും. ഇനി LCM കാണുമ്പോൾ എന്ത് വരും? p - 2 × q. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. p - 2q / q വരും. p - 2q ഇൻറ്റിജർ ആണ്, q ഇൻറ്റിജർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ഇറ്റ് ഈസ് എ റാഷണൽ. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ? നമ്മൾ പറഞ്ഞിരിക്കുന്ന റിസൾട്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ്. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ? Contradiction. Therefore, our assumption is wrong. Therefore, നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 + √3 is irrational. 2 + √3 ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ സെയിം മോഡൽ നമുക്ക് വേറെ ക്വസ്റ്റിനോടെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5 - 2√3 ഈസ് ഇറാഷണൽ നമ്പർ. സെയിം മോഡൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ദെൻ ലെറ്റസ് അസ്യൂം ദാറ്റ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു റാഷണൽ ആണെന്ന് എഴുതണം. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? 5 - 2√3 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ദാറ്റ് ഈസ് p/q എഴുതാം. p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. പിയും ക്യൂവും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. Then 5 - 2√3 is equal to p/q. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇറാഷണൽ നമ്പർ ഉൾപ്പെടുന്ന ടേമിനെ ഫുള്ളായിട്ട് നമ്മൾ അവിടെ നിർത്തണം അല്ലേ? അപ്പൊ ഇവിടെ -2√3 അവിടെ നിർത്തിയതിന് ശേഷം 5നെ നമ്മൾ നേരെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ദാറ്റ് ഈസ് -2√3 ഈക്വൽ ടു p/q - 5 വരും. കാരണം ഈ -5 നേരെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് മാറുമ്പോൾ -2√3 ഈക്വൽ ടു p/q - 5 വരും. ആ നെഗറ്റീവിനെ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി കേട്ടോ. ദെൻ -2√3 ഈക്വൽ ടു LCM കാണണം. ദെൻ ക്യൂവിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു p - 5q / q വരും. അപ്പോൾ ദാറ്റ് ഈസ് -2√3 ഈക്വൽ ടു p - 5q / q ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാണോ ലെഫ്റ്റ് സൈഡിൽ ഇറാഷണൽ നമ്പർ വരുന്നത് അതിനെ മാത്രം അവിടെ നിർത്താമുള്ളൂ. ദാറ്റ് ഈസ് √3 ഈക്വൽ ടു p - 5q / -2q വരും. ഈ -2നെ നേരെ ഡിനോമിനേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് √3 ഈക്വൽ ടു p - 5q / -2q ആയി. ഇനി നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നേരെ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും? ഡിനോമിനേറ്റർ കിടക്കുന്നതിനെ ന്യൂമറേറ്ററിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് എടുത്തു കഴിയുമ്പോൾ p - 5q / 2q വരും. മൈനസ് നമുക്ക് ന്യൂമറേറ്ററിലും ഇടാം ഡിനോമിനേറ്ററിലും ഇടാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഒന്നങ്ങ് സോൾവ് ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കിടക്കുന്ന ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേംസ് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5q - p വരും /2q വരും. നേരെ ഒന്ന് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നെഗറ്റീവ് പോസിറ്റീവും പോസിറ്റീവ് നെഗറ്റീവും ആക്കുക. അത് നെഗറ്റീവ് കടന്നു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, എങ്കിലും അങ്ങനെ അങ്ങ് മാറ്റി എഴുതുക. അപ്പം ദാറ്റ് ഈസ് 5q - p /2q ആയി.
ദെൻ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് അല്ലേ, പിയും ക്യൂ എന്താണ്, ഇൻഡിജേഴ്സ് ആണ്. ദെയർഫോർ എന്ത് പറയാൻ പറ്റും, 5q മൈനസ് പി ഈസ് ഇൻഡിജർ. Then 2q is integer. 5q minus p is an integer, then 2q is an integer. Therefore, it is a rational number. ഇതെന്തായി, റാഷണൽ നമ്പർ എന്ന് കിട്ടും. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ, കാരണം √3 ഈസ് റാഷണൽ നമ്പർ എന്നല്ല അതിൻ്റെ അർത്ഥം. √3 റാഷണൽ നമ്പർ ആണോ നമ്മൾ പഠിച്ചേക്കണം, √3 ഈസ് ഇറാഷണൽ എന്നാണ് നമ്മൾ പഠിച്ചേക്കണം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ്, കോൺട്രഡിക്ഷൻ. Therefore, our assumption is wrong. Assumption is wrong. നമ്മുടെ assumption wrong ആണ്. Therefore, 5 minus 2√3 is irrational. 5 minus 2√3 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്താൽ സെയിം മോഡൽ ഒരെണ്ണോടെ 2-3 ക്വസ്റ്റ്യൻസോടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നോക്കുക. 3 + 2√5 ഈസ് ഇറാഷണൽ. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.